നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഹോട്ട് ടോപ്പിക്സ് കുറേ റിവിഷൻ ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് പോയിന്റുകൾ കുറേശ്ശെ കുറേശ്ശെ എഴുതണം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് മാക്സിമം ഒന്ന് റിവിഷനും കൂടെ നടത്തി തരാം. എന്തായാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡും നിങ്ങളുടെ മുമ്പിലുണ്ട്. അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ ഒത്തിരി പരീക്ഷകൾ നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. അപ്പം എല്ലാം കിട്ടണം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഒന്ന് മെനക്കെട്ടാൽ പ്രിലിംസ് പരീക്ഷ കടന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടക്കങ്ങ് ഇരിക്കണം അവിടെ. പ്രിലിംസ് പരീക്ഷ കിട്ടണം. നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിലല്ല, നല്ല മത്സരമുണ്ട്. കാരണം ഈ 10th ലെവലും 12th ലെവലും ഡിഗ്രി ലെവലും ഒരുമിച്ച് വരുന്നു അല്ലേ. 12th ലെവൽ എന്ന് പറഞ്ഞാൽ പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് പരീക്ഷകളെല്ലാം വിളിച്ചു. അതുപോലെ 10th ലെവൽ VFA, കമ്പനി ബോർഡ്, LGS. അപ്പൊ എല്ലാവരും എല്ലാ ഭാഗവും, ബേസ് ഭാഗവും പഠിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഭാഗവും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് മാത്രം ഒതുങ്ങണം. ചിലവർ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വലിയ ചോദ്യങ്ങൾ മാത്രമേ ഞങ്ങൾ പഠിച്ചാൽ മതി. താഴോട്ട് ഇറങ്ങി പഠിക്കണേ. കാരണം ഒരു 5 മാർക്ക് ചിലപ്പോൾ അത് തെറ്റിച്ചു പോയാൽ മറ്റുള്ളവർ താഴെ നിൽക്കുന്നവർ അതങ്ങ് കയറി വരും. അപ്പം അതും ഒന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ ഡീപ്പായിട്ടുള്ള വായനയും വേണം. പോർഷൻസ് ബേസ് വെച്ച് വായിച്ചാലും ഓരോ പ്രത്യേകതകൾ, ഇപ്പം വൈസ്രോയിമാർ അവരുടെ പരിഷ്കാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേദാ സത്യാഗ്രഹമായാലും ചമ്പാരൻ സത്യാഗ്രഹം, അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ ഭരണഘടനയും സുപ്രധാന നിയമവും കേരളത്തിന്റെ ഭരണപരിഷ്കാരവും ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് നോക്കിയേരെ. എന്തായാലും ഇറങ്ങി തിരിച്ചു. ഈ ഒരു വർഷത്തിൽ പരീക്ഷയ്ക്ക് ജോലി നല്ല പോസ്റ്റുകളാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു. നല്ല പോസ്റ്റ് ആണ്. എല്ലാവരും സന്തോഷത്തോടെ നമുക്ക് റിസ്കുകൾ, ഒരു ജോലിക്ക് ഒരു റിസ്ക് ഒന്നുമില്ല, എന്നാലും ഒരേ ഏജിലുള്ള ഒത്തിരി പേര് ഒരുമിച്ച് ചേരുന്നത്. ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡിന്റെ ഒരു പ്രത്യേകത ഒരേ ഏജിലുള്ളവരായിരിക്കത്തില്ല. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡിലാണ്, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ്. പക്ഷെ നമ്മുടെ സൂപ്രണ്ട് നല്ല ഏജ് ഉള്ളതായിരിക്കും. പിന്നെ സീനിയർ അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, പിന്നെ ടെക്നിക്കൽ വിഭാഗക്കാരായിരിക്കും ഒത്തിരി. എഞ്ചിനീയർ സെക്ഷൻ, ഓവർസിയർ സെക്ഷൻ, അവരെല്ലാം പല കാറ്റഗറിയിൽ പെടുന്നുണ്ട്. നമ്മുടെ കാറ്റഗറി കിട്ടാൻ പാടാം. പക്ഷെ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് ഒന്ന് കിട്ടി നോക്കിയേ, എല്ലാം ഒരേ ടൈപ്പുള്ള ആൾക്കാരായിരിക്കും. അവിടെ ഇവിടെ അപ്പുറം ഇപ്പുറം എല്ലാം ഓരോ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അതും ഒരു എൻജോയ്മെന്റ് ആണ്. എന്ന് ചോദിച്ചാൽ ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. നമുക്ക് ഏതാണോ ആദ്യം കിട്ടുന്ന ജോലി അത് അഭിമാനത്തോടു കൂടി ചെയ്യും. ഞാൻ എപ്പോഴും ഓരോ സ്റ്റുഡൻസിനോടും പറയുന്നത് അതാണ്. ഏത് ജോലിയാണോ അത് കിട്ടുന്നത് അത് അഭിമാനത്തോടു കൂടി ചെയ്യാൻ തയ്യാറാവണം. അതിന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നല്ല രീതിയിൽ റിവിഷൻ നടത്തണം. പഠിച്ചത് റിവിഷൻ കൊണ്ടുവരണേ. റിവിഷൻ ഇല്ലയോ നിങ്ങൾ രക്ഷപ്പെടില്ല. അത് ഉറപ്പായിട്ട് പറയാം. പലരും പറയാറുണ്ട്, പഠിച്ചു ടോപ്പിക്ക് പഠിച്ചെല്ലാം, പക്ഷെ കിട്ടിയില്ല, ലിസ്റ്റിൽ വന്നില്ല, എല്ലാ ഭാഗങ്ങളും ക്ലാസ്സുകൾ ഇട്ട് തന്ന എല്ലാം ഞാൻ പഠിച്ചു എന്ന്. അതിനേക്കാൾ നല്ലത് റിവിഷനിലും മോക്ക് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നല്ല മാറ്റം അറിയാൻ പറ്റും. മോക്ക് ടെസ്റ്റുകൾ ചെയ്തോ. നിങ്ങൾ എത്രയായാലും മാർക്ക് കുറഞ്ഞോട്ടെ, 100ൽ 20ഓ 30ഓ ഇപ്പൊ ഒക്കെ പഠിച്ചു തുടങ്ങുന്നവര് ചിലപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ 20 മാർക്ക് 30 മാർക്കൊക്കെ കിട്ടും. പക്ഷെ എന്ത് ചെയ്യണം? ഇത് ഒത്തിരി ക്വസ്റ്റ്യൻ കണ്ടറിയാൻ പറ്റും നിങ്ങൾക്ക്. കണ്ട് നിങ്ങൾ അതിലേക്ക് ഇഷ്ടപ്പെടുക. ഇതെല്ലാം ചോദിക്കുന്നുണ്ട്, സയൻസിൽ നിന്ന് ഇങ്ങനെ വന്നോ, കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങനെ വന്നോ, സ്പോർട്സിൽ നിന്ന് ഇങ്ങനെ വന്നോ, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾ തന്നെ മാറ്റുന്നേ. അതാണ് വേണ്ടത്. എപ്പോഴും ഒരു അധ്യാപകന്മാർ വന്ന് എല്ലാം ഇത് പഠിക്കുക അത് പഠിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ. നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും കയറി വരും. ഒത്തിരി പ്രതീക്ഷയോടുകൂടി നല്ല സാലറി സ്കെയിലാണെന്ന്. ഇപ്പൊ ശമ്പള വർധനവ് വരാൻ പോയല്ലേ. അപ്പൊ നിങ്ങൾക്കും നല്ല ശമ്പള വർധനവ് വരുത്തില്ലേ. അതൊക്കെ വാങ്ങണ്ടേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. നിങ്ങളുടെ ചെലവും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു ലോൺ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കുന്നതിനായാലും, നിങ്ങളുടെ കടങ്ങൾ തീർക്കുന്നതിനായാലും, നിങ്ങൾക്ക് യാത്രകൾ ചെയ്യുന്നതിനായാലും, ഇതൊക്കെ ഓരോരുത്തർ സന്തോഷിക്കുന്ന കണ്ടില്ലേ. പിന്നെയും ചെന്ന് പ്രൈവറ്റ് മേഖലകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജോലി ചെയ്യുക എന്നതാണോ ഒത്തിരി ആഗ്രഹിച്ചിറങ്ങി തിരിച്ചില്ല. ഒന്ന് ഇച്ചിരി നേരം മെനക്കെട് കേട്ടോ. മെനക്കെട്ടില്ലെങ്കിൽ 2015, 16 അല്ലെങ്കിൽ 10 സമയത്തൊക്കെ ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞോനെ. എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ കറക്റ്റ് ടോപ്പിക്കോ, അതൊക്കെ വൺ വേഡ് ചോദ്യങ്ങൾ. ഇപ്പൊ ഇച്ചിരി ക്വസ്റ്റ്യൻ നിലവാരം കൂടിയിട്ടുണ്ട്, മത്സരവും കൂടിയിട്ടുണ്ട്. ആളുകളുടെ എണ്ണം കുറച്ച് കുറവാ, പക്ഷെ മത്സരം കൂടി. ഒരേപോലെ ഇരുന്ന് പഠിക്കുക. രാവിലെയൊക്കെ ഓരോ കോച്ചിങ് സെന്ററിൽ ചെന്നിരുന്ന അവിടെ ക്ലാസ്സിനേക്കാൾ ഇമ്പോർട്ടന്റ് വേറെ റൂമിൽ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി രാവിലെ തൊട്ട് രാത്രി വരെ. ആൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ എത്തിച്ചേർന്ന രാത്രി 10 മണി വരെ കമ്പൈൻ സ്റ്റഡി. അതുപോലെ പെൺകുട്ടികൾ വൈകിട്ട് 3:30, 4 മണി വരെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾ എന്തുമാത്രം തീർത്തു എന്നുള്ളത്. അപ്പം വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഓരോ ദിവസവും വാശി കിട്ടിയാൽ ഇന്ന് എനിക്ക് ഇത്രയും തീർത്താൽ നാളെ ഞാൻ അത്രയും പഠിച്ചു തീർക്കും. എന്നിട്ട് റിവിഷന്റെ ഡേറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. മുന്നോട്ട് പോകും, ധൈര്യമായിട്ട് പോടെ. ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവത്തില്ലേ. ഞങ്ങളൊക്കെ ഇപ്പം പറയുന്നത് എന്തിനാ? നിങ്ങളുടെ മനസ്സിൽ ജോലി കിട്ടിയാൽ, ഞാനൊക്കെ പഠിച്ചു ജോലി കിട്ടിയത് കൊണ്ടുള്ള അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നത് കൊണ്ടാണ്. ജോലി കിട്ടണോടെ. ജോലി കിട്ടുമ്പോഴാണ് അതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുവരെ നിങ്ങളുടെ വീട്ടിലും ഒരു വില കാണത്തില്ല, നാട്ടിലും ഒരു കാണത്തില്ല, നിങ്ങളുടെ വീട്ടിൽ പോലും വില കാണത്തില്ല. അച്ഛന്റെ മുമ്പിലായാലും അമ്മയുടെ മുമ്പിലായാലും ബന്ധുക്കളുടെ മുമ്പിലായാലും എത്രയെന്ന് പറഞ്ഞാലും ഒരു പ്രൈവറ്റ് ജോലിന്നോ അല്ലെങ്കിൽ ഇത്രയും പഠിച്ചിട്ട് നീ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യം. പക്ഷെ നീ ഒരു
ഗവൺമെന്റ് ജോലിക്കാരന്റെ രീതിയിൽ വീട്ടിൽ നിന്ന് നോക്ക്, എപ്പോഴും ആളുകളുടെ സംഭാഷണ സ്റ്റൈലിലായാലും വീട്ടിലെ പെരുമാറ്റത്തിലായാലും ആഹാര കാര്യത്തിലായാലും ഡ്രസ്സിംഗ് കാര്യത്തിലായാലും എല്ലാം മാറ്റം വരുന്നത് കാണാം. മാറ്റം വരണ്ടേ? അടുത്ത ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ നിങ്ങൾക്ക് ചെയ്യണ്ടേ? ഇലക്ഷൻ ഡ്യൂട്ടിയിലൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന കണ്ടില്ലായിരുന്നോ? സ്റ്റാറ്റസ് ഒക്കെ ഇടണ്ടേ? അതൊക്കെ വേണം. വേണമെന്ന് വെച്ചാൽ പിന്നെ എന്ത് വേണം? അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഇറങ്ങിത്തിരിച്ചാൽ മാത്രമല്ല, വരുന്ന 4 മാസം ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക. വേറെ ഒന്നും നോക്കണ്ട. കൂട്ടുകാരെയൊക്കെ ഇച്ചിരി കുറയ്ക്കുക, യാത്രകളൊക്കെ കുറയ്ക്കുക, ആഘോഷങ്ങൾ കുറയ്ക്കുക, വീട്ടിലെ പ്രോഗ്രാമുകളായാലും വീട്ടിലെ രീതികളായാലും ആഹാരം വെക്കുന്ന രീതി, മക്കളെ നോക്കുന്ന രീതികളൊക്കെ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ സമയം കിട്ടും. പലരും പറയും സമയം കിട്ടുന്നില്ല, സമയം കിട്ടില്ല. സമയം കിട്ടാതെ എവിടെ പോവാന്? ഈ കേറുന്നതെല്ലാം നമ്മളെ പോലുള്ളവരല്ലേ ഇവിടെ. കുറച്ചു പേർക്ക് മുമ്പിലത്തെ പരീക്ഷ കൊടുക്കും, അടുത്ത ആൾക്ക് അടുത്ത പരീക്ഷ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മുമ്പിലത്തെ പരീക്ഷ. ഞാൻ ഇനി എപ്പോഴും അങ്ങ് കത്തിയടിച്ച് പറയല്ല, രക്ഷപ്പെട്ടു പോകണേ. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, നല്ല മത്സരമുണ്ട്. ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ച ഒത്തിരി പേരുണ്ട്. പലരും പറയുന്ന കേട്ടായിരുന്നു, ഈ കഴിഞ്ഞ ആഴ്ചയും എന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ്, സാറേ എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കിട്ടിയേ പറ്റൂ സാറേ, എങ്ങനെയൊക്കെ എഴുതിക്കെടുക്കണം എന്നൊക്കെ അപ്പൊ ഞാൻ പറ്റുന്ന വോയിസ് ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചിരിക്കുക, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എഴുതി കിടക്കണം സാറേ, വേക്കൻസികൾ ഇഷ്ടം പോലെ ഉള്ളതല്ലേ എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സുവർണ അവസരമായിട്ടാണ് അടുപ്പിച്ച് ഒരേപോലെ പരീക്ഷ വന്നത്. ഏതാണോ ദൈവം തരുന്നത് അതിൽ സ്വീകരിച്ച് സന്തോഷത്തോടെ പോവുക, അതിന് കഷ്ടപ്പെടുക എന്നൊന്നുമില്ല. ആദ്യം ടോപ്പിക് അനുസരിച്ച് പഠിക്കുക. ഞാനൊന്ന് റിവിഷൻ നടത്തട്ടെ, കഴിഞ്ഞ ക്ലാസ്സുകളിലെ റിവിഷൻ ഉണ്ട്. ഇന്ന് ഞാൻ നല്ല കുറെ പോയിന്റ് ആണ് കൊണ്ടുവന്നത്, പക്ഷെ അതിനുമ്പ് റിവിഷൻ ഒന്ന് നോക്കട്ടെ. ഇന്ന് ഞാൻ സൂചികകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡെക്സ് നമ്മൾ പഠിക്കത്തില്ലേ, എത്ര റാങ്ക് എന്ന്. അതുപോലെ IT ആക്ടിലെ പ്രധാന കാര്യം പണനയവും ധനനയവും ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കുറച്ച് വ്യത്യസ്ത ചോദ്യങ്ങളും പഴയകാല കുറച്ച് കൃതികളെ കൊണ്ട്. ഇന്ന് കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, എന്നാലും പഴയതൊന്ന് റിവിഷൻ നടത്തിക്കോട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഒന്ന് ഓർമ്മ വരുന്നു എന്ന് നോക്കിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം നോക്കിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ബംഗാളിയാണ്, അല്ലെ? ബംഗാളി അല്ലേ ഇവിടെ? ജനഗണമനയും വന്ദേ മാതരവും ബംഗാളി ഭാഷയിലാണ്. ജനഗണമനയും വന്ദേ മാതരവും ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ. രണ്ടിന്റെ വർഷം പറയട്ടെ. ജനഗണമന 1911 പാടുന്നത്. ജനഗണമന 1911, വന്ദേ മാതരം പാടുന്നത് 1896. അപ്പൊ ജനഗണമന INC പാടുന്നത് 1911 ആദ്യമായിട്ട്, വന്ദേ മാതരം പാടുന്നത് 1896. വന്ദേ മാതരം ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്? വന്ദേ മാതരം എടുത്തിരിക്കുന്നത്, അല്ലെ? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന ലഹള ഏത് എന്ന് ചോദിച്ചു. ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന ലഹളയാണ് സന്യാസി ഫക്കീർ ലഹള. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന, ആനന്ദമഠം എന്ന പ്രശസ്ത നോവലിൽ പ്രതിപാദിക്കുന്ന ലഹള ഏതാണ്? സന്യാസി ഫക്കീർ ലഹള. സന്യാസി ലഹള നടന്ന സംസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. സന്യാസി ലഹള നടന്ന ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരാൾ ഒത്തിരി റിവിഷൻ കണ്ടിട്ടുള്ളതാണ്, അല്ലാതെ നിങ്ങൾക്ക് പഠിക്കണം എന്ന രീതിയിൽ. സന്യാസി ലഹള നടന്നത് എവിടാന്നറിയാമോടെ? ബംഗാളില. സന്യാസി ലഹളയും ഇൻഡിഗോ കലാപവും, കേട്ടോ, സന്യാസി ലഹള നടന്നതും ഇൻഡിഗോ കലാപം നടന്നതും പ്ലാസി യുദ്ധമില്ലേ, പ്ലാസി യുദ്ധം നടന്നതും ഇതൊക്കെ എവിടാണ്? ബംഗാളില. അപ്പം പ്രശസ്തമായ സന്യാസി ലഹള, ഇൻഡിഗോ കലാപം, പ്ലാസി യുദ്ധം, തേഫാഗ സമരം എന്ന് കേട്ടിട്ടുണ്ടോ? തേഫാഗ സമരം, ഇത് 4 നടന്നത് ബംഗാളിലാണ്. മറന്നുപോയത് ഉറപ്പായിട്ട് ചോദിക്കാം. അപ്പൊ ഇന്ത്യയിൽ സന്യാസി ലഹള നടന്നത്, ഇൻഡിഗോ കലാപം നടന്നത്, തേഫാഗ സമരം നടന്നത്, തേഫാഗ പ്ലാസി യുദ്ധം നടന്നത്, ഇതൊക്കെ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്, അല്ലെ? പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം എന്താണ്? പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം കൊൽക്കത്ത. ഇപ്പൊ കഴിഞ്ഞ വുമൺ ഫയർഫോഴ്സിന് ചോദിച്ചതേ, ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം ഏതെന്ന്. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ ഏക നദീജന്യ തുറമുഖം ഏതാ? കൊൽക്കത്ത തുറമുഖമാണ്. ഏത് നദിയിലാ? ഹൂഗ്ലി നദിയിൽ, അല്ലെ? കൊൽക്കത്ത തുറമുഖം ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിൽ. അപ്പൊ ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ ഏക നദീജന്യ തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖം. ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിൽ. ഗംഗയുടെ പോഷക നദിയാ ഹൂഗ്ലി, അല്ലെ? ഗംഗയുടെ പോഷക നദിയാ. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഹൂഗ്ലി? ഹൂഗ്ലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടേ. ഏതാണെന്നറിയാമോ? ദേശീയ ജലപാത 1. ദേശീയ ജലപാത 1 എന്ന് കേട്ടിട്ടില്ലേ? NW1. ഇത് ഏതൊക്കെ നദിയിലാന്ന് ചോദിച്ചിട്ടുണ്ട്. ദേശീയ ജലപാത 1 ഗംഗ, ഹൂഗ്ലി, ഭഗീരഥി 3 നദിയിലായിട്ടാണ് വെക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലപാത ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലപാത 1 തന്നെ. ഏറ്റവും ആദ്യത്തത് 1 തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ജലപാത ഏതെന്ന് ചോദിച്ചാലും 1 തന്നെയാ പറയേണ്ടത്. ഏത് നദിയിലാണ്? ഗംഗയും ഹൂഗ്ലിയും ഭഗീരഥിയും കൂടെ ചേരുന്നതാ. അലഹബാദ് ഹാൽഡിയയാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അലഹബാദ്, ഹാൽഡിയ. ഏതൊക്കെ നദിയിലാ?
ഗംഗ, ഹൂഗ്ലി, ഭഗീരഥി. അല്ലെ, ഞാൻ ആ ബാക്കി 6 നദികൾ ഒന്ന് പറയാണ്. ദേശീയ ജലപാത 1 ഗംഗയും ഹൂഗ്ലിയും ഭഗീരഥിയാണെങ്കിൽ ദേശീയ ജലപാത 2 ഏത് നദിയിലാണെന്നറിയുമോ? ബ്രഹ്മപുത്ര. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയുടെ പേര് പഠിക്കണേ, സുബൻസിരി. സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സുബൻസിരി. മാനസ്, രോഹിത്, ടീസ്റ്റ ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. മാനസ്, ലോഹിത്, ടീസ്റ്റ ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. അപ്പൊ ഏറ്റവും വലിയ പോഷക നദി ബ്രഹ്മപുത്രയുടെ ഏതാണ്? അത് സുബൻസിരിയാണ്. അപ്പൊ ദേശീയ ജലപാത 2 ബ്രഹ്മപുത്രയിൽ. ദേശീയ ജലപാത 3 നമ്മളെ കേരളക്കാരാണ്. ദേശീയ ജലപാത 3 കൊല്ലം കോഴിക്കോട് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? കൊല്ലം കോഴിക്കോട് പാതയാണ്. അതിനെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നുണ്ട്. ദേശീയ ജലപാത 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയും. ദേശീയ ജലപാത 4 ഏതാണ്? കാക്കിനാട പുതുച്ചേരി എന്ന് കേട്ടിട്ടില്ലേ? ഗോദാവരി കൃഷ്ണ നദിയിലാണ്. ദേശീയ ജലപാത 4 കാക്കിനാട പുതുച്ചേരി ഗോദാവരി കൃഷ്ണ നദിയില. ദേശീയ ജലപാത 5 നമ്മുടെ ബ്രാഹ്മിണി നദിയിലെ ഒഡീഷയിലെ ബ്രാഹ്മിണി മഹാനദി നദികളില. ഒഡീഷയിലെ ബ്രാഹ്മിണി മഹാനദി നദിയില ദേശീയ ജലപാത 5. അതിനെ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിക്കുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ NW3 ആണെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് കനാൽ NW5 ആണ്. NW5. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, NW6 ഉണ്ട്. ബറാക്ക് നദിയിൽ ലക്കിപ്പൂർ, ബാങ്ക്ര എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബറാക്ക് നദിയിൽ NW6 ആണ്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? NW1 അലഹബാദ്, ഹാൽഡിയ, ഗംഗ, ഹൂഗ്ലി, ഭഗീരഥി. അല്ലെ, ഭഗീരഥി. എന്താ ചോദ്യം വന്നത്? ഭഗീരഥി. ഏറ്റവും വലിയ അണക്കെട്ടായ, ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി അണക്കെട്ട് ഏത് നദിയിൽ എന്ന് ചോദിച്ചിട്ടില്ലേ? ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി അണക്കെട്ട് ഭഗീരഥി നദിയിലാണ്. അപ്പൊ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹരി അണക്കെട്ട് ഭഗീരഥി നദിയിൽ. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് അത് ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. ഒഡീഷയിലാണ്. ഒഡീഷയിലാണ്. ഒഡീഷയുടെ ദുഃഖം എന്ന് വിളിക്കുന്നത് തന്നെ മഹാനദിയാണ് കേട്ടോ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ചേരുംപടി ചേർക്കാൻ ചോദിച്ചു. ഒഡീഷയുടെ ദുഃഖം മഹാനദി. ബംഗാളിന്റെ ദുഃഖം ദാമോദർ. ബംഗാളിന്റെ ദുഃഖം ഏതാണ്? ദാമോദർ. ബീഹാറിന്റെ ദുഃഖം കോസി. ബീഹാറിന്റെ ദുഃഖം ഏതാണ്? കോസി. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. അപ്പൊ 4 ദുഃഖങ്ങൾ പറഞ്ഞാടെ. ബംഗാളിന്റെ ദുഃഖം ദാമോദർ. ബീഹാറിന്റെ ദുഃഖം കോസി. ഒഡീഷയുടെ ദുഃഖം മഹാനദി. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. ആസാമിന്റെ ദുഃഖം ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ചുവന്ന നദിയാ ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അതത്ര ആ ദുഃഖങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ഒഡീഷയുടെ ദുഃഖം ഏതാണ്? ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ്. ഓർത്ത് വെച്ചിരിക്കണേ. അവിടെ ഒഡീഷ എന്ന് കേട്ടപ്പോ വേറൊരു നല്ലൊരു ചോദ്യം പറയട്ടെ. ഒഡീഷ ഈ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല എന്ന് കേട്ടിട്ടുണ്ടോ? റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടെയാണ്. അല്ലെ, ജർമ്മനിയുടെ സഹായത്തോടെ അല്ലേ? അപ്പൊ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല എവിടാണ്? ഒഡീഷയിൽ. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ? ജർമ്മനിയുടെ സഹായത്തോടെ. ജർമ്മനി എന്ന് കേട്ടാൽ എന്താണ് മനസ്സിലേക്ക് ഓടി വരുന്നത്? ജർമ്മനി, അതായത് നമ്മുടെ അടിയന്തരാവസ്ഥ സമയത്ത് ഈ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ പാടില്ല എന്നൊരു ആശയം കൊണ്ടുവന്നില്ലേ? അത് ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തത്. അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ പറ്റും, പാടില്ല എന്നല്ല, റദ്ദ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഏത് സമയത്താണ്? അത് നമ്മുടെ ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തിരുന്നത്. ഓർത്ത് വെച്ചിരിക്കണേ. മൗലിക അവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാ. അല്ലെ, മൗലിക അവകാശങ്ങൾ, ആമുഖം, സുപ്രീം കോടതി ഇതൊക്കെ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാ. ക്യാബിനറ്റ് എവിടെ നിന്നാ കടമെടുത്തത്? ക്യാബിനറ്റ്, പാർലമെന്ററി സമ്പ്രദായം, സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുണ്ടല്ലോ, FATP, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, റിട്ടുകൾ ഇതൊക്കെ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. അപ്പൊ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, റിട്ടുകൾ, ക്യാബിനറ്റ്, പാർലമെന്ററി സമ്പ്രദായം ഇതൊക്കെ കടമെടുത്തത് എവിടാണ്? ബ്രിട്ടനിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. അല്ലെ, അയർലൻഡിൽ നിന്നല്ലേ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത്? അയർലൻഡിൽ നിന്നാണ്. അതുപോലെ മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാ? റഷ്യയിൽ നിന്നാ. മൗലിക കർത്തവ്യങ്ങളും പഞ്ചവത്സര പദ്ധതിയും ആസൂത്രണവും, അല്ലെ, മൗലിക കർത്തവ്യങ്ങളും പഞ്ചവത്സര പദ്ധതിയും ആസൂത്രണവും കടമെടുത്തത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. അല്ലെ, അതുപോലെ നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരം ഇത് മൂന്നും കടമെടുത്തത് കാനഡയിൽ നിന്നാണ്.
യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരം. ഇത് മൂന്നും കടമെടുത്തത് എവിടെയെന്ന കാനഡയിൽ. കാനഡയിൽ നിന്നാ ഫെഡറൽ സമ്പ്രദായം കടമെടുത്തത്. ഇന്ത്യയിലെ ഫെഡറൽ സമ്പ്രദായം ഇല്ലൂടെ. അപ്പൊ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരം, ഫെഡറൽ സമ്പ്രദായം ഇതൊക്കെ കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്ന്. പക്ഷെ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്ന്. കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് അല്ലെ. കൺകറന്റ് ലിസ്റ്റിലെ കുറച്ച് വിഷയങ്ങൾ പറയട്ടെ. കൺകറന്റ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏതാണോ? കൺകറന്റ് ലിസ്റ്റ് എന്ന് കേട്ടാൽ ഏറ്റവും ട്രേഡ് യൂണിയനുകളാണ്. ട്രേഡ് യൂണിയനുകൾ, വില നിയന്ത്രണം, മായം ചേർക്കൽ, ട്രേഡ് യൂണിയനുകൾ, വില നിയന്ത്രണം, മായം ചേർക്കൽ, തൊഴിലാളി സംഘടനകൾ, വിവാഹം, വിവാഹമോചനം, ജനന മരണ രജിസ്ട്രേഷൻ, വിദ്യാഭ്യാസം കേട്ടോ, വിദ്യാഭ്യാസം, ജനന മരണ രജിസ്ട്രേഷൻ, വിവാഹം, വിവാഹമോചനം, ട്രേഡ് യൂണിയനുകൾ, വില നിയന്ത്രണം, മായം ചേർക്കൽ, തൊഴിലാളി സംഘടനകൾ, ഇങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതെല്ലാം കൺകറന്റ് ലിസ്റ്റിലാണ് കിടക്കുന്നത്. ഏത് രാജ്യത്ത് നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത്? അത് കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത് നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്നാണ് അല്ലെ. അപ്പൊ മൗലിക കർത്തവ്യങ്ങളും പഞ്ചവത്സര പദ്ധതികളും ആസൂത്രണവും ഒക്കെ കടമെടുത്തത് എവിടെ നിന്നാ? അത് കടമെടുത്തത് റഷ്യയിൽ നിന്നാ അല്ലെ. എന്നാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്? പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1 അല്ലെ. 51 ഏപ്രിൽ 1 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ജോസഫ് സ്റ്റാലിൻ അല്ലേ ആണ്. ലോകത്ത് ജോസഫ് സ്റ്റാലിൻ. പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ജോസഫ് സ്റ്റാലിൻ. ഇന്ത്യയിൽ ആരാണ് പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ്? ഇന്ത്യയില് അത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ജവഹർലാൽ നെഹ്റു. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് ചോദിച്ചിട്ടില്ലേ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ഒരു മലയാളിയാണ്, KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ആരാണ്? KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്നാണ് തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി? 1951 ഏപ്രിൽ 1. നവംബർ 22 തുടങ്ങുന്നത് ധനകാര്യ കമ്മീഷൻ. ഏപ്രിൽ 1 51 ധനകാര്യ കമ്മീഷൻ മറന്നു വരുന്നത്. ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ വന്ന വർഷം എന്നാണ്? അതും 51. പഞ്ചവത്സര പദ്ധതി വന്നത് എന്നാണ്? അതും 51. 50 വന്നത് ഏതൊക്കെയാണ്? 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 50 ജനുവരി 25 എന്ത് വന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 50 ജനുവരി 28 ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത്. 50 ജനുവരി 28 ഇന്ത്യയിൽ എന്ത് സ്ഥാപിച്ചത്? സുപ്രീം കോടതി സ്ഥാപിച്ചു. 50 മാർച്ച് 15 നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ ആസൂത്രണ കമ്മീഷൻ വരുന്നത്. അപ്പം 50 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, 50 ജനുവരി 28 സുപ്രീം കോടതി, 50 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ ഇപ്പൊ ഇല്ലല്ലോ, നീതി ആയോഗ് അല്ലേ. എന്നാ നീതി ആയോഗ് ആയത്? 2015 ജനുവരി 1 അല്ലെ. 2015 ജനുവരി 1 നീതി ആയോഗ് ആയത്. ആരാ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ? നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെ. ഇപ്പൊ നരേന്ദ്രമോദി അല്ലേ. ആരാ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാണ്? CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. അപ്പൊ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ്? ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നീതി ആയോഗിന്റേത് സുമൻ ബറി. എന്നാണ് നീതി ആയോഗ് വന്നത്? 2015 ജനുവരി 1 ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ പഞ്ചവത്സര പദ്ധതിയിൽ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോടെ? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 2012-17 സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനം. ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടില്ലേ? ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ്. ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെടുന്നു? സുസ്ഥിര വികസന കമ്മീഷൻ. നിങ്ങളോട് ഒരു കമ്മീഷൻ ചോദിച്ചോട്ടെ, സർക്കാരിയ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെടുന്നത്? സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച കമ്മിറ്റി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച കമ്മിറ്റി ഏതാണ്? സർക്കാരിയ കമ്മിറ്റി. പുഞ്ചി കമ്മിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? പുഞ്ചി കമ്മിറ്റി അതും ഇത് തന്നെ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച 2 കമ്മിറ്റിയുടെ പേരാണ് സർക്കാരിയ കമ്മിറ്റിയും പുഞ്ചി കമ്മിറ്റിയും. പുഞ്ചി കമ്മിറ്റി. റിസർവ് ബാങ്ക് രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? റിസർവ് ബാങ്ക് രൂപീകരിച്ചത് ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്ക് രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. നബാർഡ് രൂപീകരിച്ച കമ്മീഷൻ ഏതാ? നബാർഡ് രൂപീകരിച്ചത് അത് ശിവരാമൻ കമ്മീഷൻ അല്ലെ. ശിവരാമൻ കമ്മീഷൻ. എന്നാ നബാർഡ് വന്നത്?
നബാർഡ് വന്നത് 1982 ജൂലൈ 12. നബാർഡ് എന്നാണ് വന്നത് 1982 ജൂലൈ 12. എന്നാൽ റിസർവ് ബാങ്ക് വന്നത് 1935 ഏപ്രിൽ 1. അപ്പൊ റിസർവ് ബാങ്ക് വന്നത് 35 ഏപ്രിൽ 1നും നബാർഡ് വന്നത് 82 ജൂലൈ 12. രണ്ടിന്റെ ആസ്ഥാനം മുംബൈയിലെ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനവും നബാർഡിന്റെ ആസ്ഥാനവും എവിടെയാണ്? മുംബൈയാണ്. നരസിംഹം കമ്മിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നരസിംഹം കമ്മിറ്റി റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ച കമ്മിറ്റി. ഇന്ത്യയിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ കൊണ്ടുവന്നത് ഏതാണ്? നരസിംഹം കമ്മിറ്റിയാണ്. ഓർത്തു വെച്ചിരിക്കണേ. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് ആദ്യമായിട്ട് റീജിയണൽ റൂറൽ ബാങ്കുകൾ വരുന്നത്. ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ. ഒത്തിരി സമയം ആയെന്ന് തോന്നുന്നു അല്ലെ? ബോറടിച്ച റിവിഷൻ ക്ലാസ്. ഇച്ചിരി ഞാൻ ഈ റിവിഷൻ ഒക്കെ ഇച്ചിരി ഒന്ന് രണ്ടു വട്ടം റിവിഷൻ പേര് പറയുകയെ സ്പീഡിൽ പോകുന്നൊന്നും പറഞ്ഞു കളയല്ലേ. കാരണം ഒത്തിരി പറയുമ്പോഴല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതൊക്കെ എല്ലാം അറിയുന്ന നോട്ടാ. അപ്പം നിങ്ങൾ എവിടെങ്കിലും ചാരി വെച്ച് കേട്ടോണ്ടിരുന്നാൽ മതി. എഴുതിയെടുത്ത് ഇന്ന് എപ്പോഴും എഴുതിയെടുക്കും. അപ്പൊ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒത്തിരി കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻ കേൾക്കാൻ കഴിഞ്ഞില്ലേ നിങ്ങൾക്ക്? അതാണ്. അല്ലെങ്കിൽ ഞാൻ 10 ചോദ്യം മാത്രം പറഞ്ഞോട്ടെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോയിട്ട് അവസാനം ഒന്നും കൂടെ നമുക്ക് റിവിഷൻ നടത്താം. സൂചികകൾ ഒന്ന് നോക്കിയടെ. സൂചികകൾ പ്രധാനപ്പെട്ട എഴുതിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് പരീക്ഷ അടുക്കുമ്പോൾ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട് കിട്ടുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുവരാം കേട്ടോ. ഇൻഡെക്സുകൾ. ആഗോള സമാധാന സൂചിക 2025 ഒന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡ് ആണ്. ഒന്നാം സ്ഥാനത്ത് ആരാണ്? ഐസ്ലാൻഡുകാരാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനം അയർലൻഡുകാരാണ്. രണ്ടാം സ്ഥാനം അയർലൻഡ്. ഇന്ത്യക്ക് 115 സ്ഥാനമാണ്. ഇന്ത്യക്ക് 115 സ്ഥാനമാണ് ആഗോള സമാധാന സൂചികയിലെ. ഏറ്റവും അവസാനം റഷ്യയാണ്. 163 സ്ഥാനമാണ്. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം 115, ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ്, രണ്ടാം സ്ഥാനം അയർലൻഡ്. ഏതിനാണ്? ആഗോള സമാധാന സൂചികയിൽ. ലോക സന്തോഷ സൂചിക ഒന്ന് നോക്കാടെ. 2025 ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ്. ഒരുവിധം എല്ലാ പ്രാവശ്യവും അവര് തന്നെ വരുന്നത്. ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് ആണ്. ഇന്ത്യക്ക് 118 സ്ഥാനമാണ്. കഴിഞ്ഞ വർഷം 126 ആയിരുന്നു. ഇപ്പൊ 118 സ്ഥാനത്താണ് ഇന്ത്യ കിടക്കുന്നത് ലോക സന്തോഷ സൂചികയിൽ. UN മാനവ വികസന സൂചിക 2025 ചോദിച്ചിട്ടുണ്ട്. UN മാനവ വികസന സൂചിക ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. അവരാണ് എപ്പോഴും വരുന്നത്. മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡുകാർ എപ്പോഴും വരും. ഇന്ത്യക്ക് 130 സ്ഥാനമായിരുന്നു. 2024 134 സ്ഥാനമായിരുന്നു. ഇന്ത്യക്ക് 130 സ്ഥാനം. അപ്പൊ മാനവ വികസന സൂചിക തയ്യാറാക്കിയത് നമ്മുടെ അമർത്യാസൻ അല്ലേ? അമർത്യാസനും മെഹബൂബ് ഹക്ക്, പാകിസ്ഥാൻകാരനായ മെഹബൂബ് ഹക്കും ചേർന്നാണ് മാനവ വികസന സൂചിക തയ്യാറാക്കിയത്. അമർത്യാസൻ അല്ലെ? അമർത്യാസൻ എന്നാണ് നോബൽ സമ്മാനം കിട്ടിയത്? 1998 അല്ലെ? അമർത്യാസന് നോബൽ സമ്മാനം കിട്ടിയത് ഏത് വർഷമാണ്? 1998. ബംഗാൾ ക്ഷാമം അല്ലെ? എക്കണോമിക്സിലെ വെൽഫെയർ എക്കണോമിക്സിൽ ബംഗാൾ ക്ഷാമം പ്രതിപാദിച്ചതിന്. അടുത്ത നോക്കിയേ. ലോക സാമ്പത്തിക ഫോറത്തിൽ ഊർജ പരിവർത്തന സൂചിക പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാം സ്ഥാനം സ്വീഡനും. ഇന്ത്യക്ക് 71 സ്ഥാനമാണ്. ഇന്ത്യക്ക് 71 സ്ഥാനമാണ് ഊർജ പരിവർത്തന സൂചികയിൽ. ഇനി UN സുസ്ഥിര വികസന റിപ്പോർട്ട് പുറത്തിറക്കിയത്. UN സുസ്ഥിര വികസന റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം ഫിൻലാൻഡും ഇന്ത്യ 99 സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനം ഫിൻലാൻഡും ഇന്ത്യ 99 സ്ഥാനത്ത്. അപ്പൊ ഊർജ പരിവർത്തന സൂചികയിൽ ഒന്നാം സ്ഥാനം സ്വീഡനും ഇന്ത്യ 71 സ്ഥാനത്ത്. UN സുസ്ഥിര വികസന റിപ്പോർട്ടില് ഫിൻലാൻഡ് ആണ്. ഇന്ത്യ 99 സ്ഥാനത്താണ്. ആഗോള സുരക്ഷാ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അണ്ടോറയാണ്. യൂറോപ്പിലെ അണ്ടോറ. ഇന്ത്യക്ക് 66 സ്ഥാനമാണ് ആഗോള സുരക്ഷാ റാങ്കിങ്ങിൽ. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നോർവേക്കാണ്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? നോർവേ. ഇന്ത്യ 151 സ്ഥാനത്താണ്. ഏതാ? മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ. നോർവ എന്ന് കേട്ടാൽ എന്താ ഓർമ്മയുണ്ട്? പാതിരാ സൂര്യന്റെ നാട്. നോർവേയിലെ ആണ് പാതിരാ സൂര്യന്റെ നാടെന്നും. അതുപോലെ നോബൽ സമ്മാനങ്ങളിൽ സമാധാനത്തിന്റെ നോബൽ സമ്മാനം കൊടുക്കുന്നത് നോർവേയിലെ. 5 വിഷയങ്ങൾക്ക് സ്വീഡൻകാരാണ് കൊടുക്കുന്നത്. പക്ഷെ ഒരെണ്ണം നോർവേ കൊടുക്കുമെന്ന് പറയും അല്ലെ? അപ്പൊ ഏതാണ് അത്? അത് സമാധാനത്തിന്റെ നോബൽ സമ്മാനം. ഇന്ത്യ 151 ആണ്. അടുത്ത ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂരാണ്. ഇവർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കിട്ടുന്നത്. ഇന്ത്യക്ക് 81 സ്ഥാനത്താണ്. ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂരും. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 81. അപ്പോ ആഗോള സുരക്ഷാ റാങ്കിങ് ഒന്നാം സ്ഥാനം അണ്ടോറ, ഇന്ത്യ 66. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നോർവേ, ഇന്ത്യ 151. ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂർ, ഇന്ത്യ 81. കാലാവസ്ഥ ദുരന്ത സാധ്യതാ സൂചികയിൽ ഒന്നാം സ്ഥാനം ഡൊമിനിക്കയാണ്.
ഒന്നാം സ്ഥാനം ഡൊമിനിക്ക. ഇന്ത്യ 6ാം സ്ഥാനത്ത് കിടപ്പുണ്ട് കാലാവസ്ഥ ദുരന്ത സാധ്യതാ സൂചികയിൽ. ആഗോള ലിംഗ അസമത്വ സൂചികയിലെ 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡുകാർക്കാണ്. ആഗോള ലിംഗ അസമത്വം ഇന്ത്യ 134ൽ കിടക്കുന്നേ ഉള്ളൂ. ആഗോള ലിംഗ അസമത്വ സൂചികയിൽ 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡും. ഇന്ത്യ എത്രയാണ്? 134ാം സ്ഥാനം. ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച നീതി ആയോഗിന്റെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ 1ാം സ്ഥാനം ഒഡീഷയ്ക്കാണ്. നീതി ആയോഗിന്റെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ 1ാം സ്ഥാനം ഒഡീഷ, 2ാം സ്ഥാനം ഛത്തീസ്ഗഡ്, കേരളം 15ാം സ്ഥാനത്ത് കിടക്കുക. ധനകാര്യ ആരോഗ്യ സൂചികയിൽ കേരളം എത്രയാണ്? 15ാം സ്ഥാനത്ത് കിടക്കുക. ഇനി നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം 25ൽ ഇറക്കിയില്ല, 24ന്റെ ആണ് അത്. ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് ഗുജറാത്ത്, 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡും, കേരളം 4ാം സ്ഥാനത്താണ് ഉള്ളത്. കേരളം എത്രാം സ്ഥാനത്ത്? അപ്പൊ ധനകാര്യ ആരോഗ്യ സൂചികയിൽ കേരളം 15ാം സ്ഥാനത്തും ഗോൾ ഫോർ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ കേരളം 4ാം സ്ഥാനത്താണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഏകദേശം ഇമ്പോർട്ടന്റ്, ഇനി പരീക്ഷ അടുക്കുമ്പോ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. പരീക്ഷ അടുക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. പ്രധാനപ്പെട്ട IT ആക്ടുകൾ നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട IT ആക്ടുകൾ അല്ലെ. ഇന്ത്യയിൽ എന്നാണ് IT ആക്ട് നിലവിൽ വന്നത്? ഇന്ത്യയിൽ എന്നാണ് IT ആക്ട് നിലവിൽ വന്നത്? 2008 അല്ലെ. 2008 ഒക്ടോബർ 17. ഇന്ത്യയിൽ എന്നാണ് IT ആക്ട് വന്നത്? 2008 ഒക്ടോബർ 17. 2008 അല്ല, 2000 അല്ല, 2000 ഒക്ടോബർ 17. ഇത് ഭേദഗതി ചെയ്തു അല്ലെ. ഈ അടുത്ത കാലത്ത് ഭേദഗതി, അത് 2009 കൂടിയാണ്. 9 ഒക്ടോബർ 27. അപ്പൊ അത് രണ്ടും തെറ്റരുത്. ഇന്ത്യയിലെ IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. ഇന്ത്യയിലെ IT ആക്ട് ഭേദഗതി ചെയ്തത് 2009 ഒക്ടോബർ 27. അങ്ങനെ അതിൽ എന്തൊക്കെയാ? ചാപ്റ്റർ 14 ചാപ്റ്ററുകളും 124 ഭാഗങ്ങളും പട്ടികകൾ 2 ഉള്ളത്. 14 ചാപ്റ്റർ ഉണ്ട്, 124 ഭാഗങ്ങളുണ്ട്. ഷെഡ്യൂൾ എത്രയാണ്? 2 ഷെഡ്യൂളുകളെ ഉള്ളൂ. അപ്പൊ IT ആക്ടിലെ ഭാഗങ്ങൾ എത്രാന്ന് ചോദിക്കാം. ഓക്കെ. IT ആക്ടിൽ ഒത്തിരി സൈബർ കുറ്റകൃത്യങ്ങളുണ്ട്. ഹാക്കിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സെക്ഷൻ 66 ഹാക്കിംഗ്. ഈ ഹാക്കിംഗ് എന്ന് പറയുന്നത്, ഹാക്ക് ചെയ്യുന്നവരെ ഹാക്കേഴ്സ് എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്. നമുക്ക് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട് അല്ലെ. 3 ഹാക്കേഴ്സിനെ കേട്ടിട്ടില്ലേ? വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. വൈറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ നോക്കാം, സമാധാനം അല്ലെ. സമാധാനം, സദുദ്ദേശത്തോടെ ഹാക്കിംഗ് നടത്തുന്നതാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. സദുദ്ദേശത്തോടെ ഹാക്കിംഗ് ചെയ്യുന്നവർ. ബ്ലാക്ക് ആണ് എന്താണ്? ബ്ലാക്ക് ദുരുദ്ദേശത്തോടെ ഹാക്ക് ചെയ്യുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പൊ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്താ? ഇത് രണ്ടും വരും. കുറച്ചു നേരം ചില അവസരങ്ങളിൽ അവർക്ക് സദുദ്ദേശവും വരും, ചില അവസരങ്ങളിൽ എന്താണ്? ചില അവസരങ്ങളിൽ അവർക്ക് നമുക്ക് ദുരുദ്ദേശവും വരും. ഇതിന് ഏത് ഹാക്കേഴ്സ് ആണ്? ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ. നിങ്ങളെ ഹാക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും ഡേറ്റകളും ഒക്കെ നശിപ്പിക്കുന്നതാ ഹാക്കിംഗ്. നിങ്ങൾ ഈ ക്രാക്കിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ക്രാക്കിംഗ്, ഫിഷിംഗ്. എന്താ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്നിട്ട് അതിലെ ഏറ്റവും വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളുടെ വിവരങ്ങൾ നശിപ്പിക്കുന്നു. അങ്ങനെ പറയണം. ഏറ്റവും വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകൾ നശിപ്പിക്കുന്നതാണ് ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കണേ, ക്രാക്കിംഗ്. ഫിഷിംഗ് എന്താണ്? ഫിഷിംഗ് അതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ഫിഷിംഗ്? അതായത് മറ്റൊരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ്, ഈ വിശദാംശങ്ങൾ എന്നിവ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചിട്ട് നേടിയെടുക്കുന്നത്. എന്തൊക്കെയാണ്? മറ്റൊരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങളെല്ലാം ഇതൊക്കെ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ച് നേടിയെടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഫിഷിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഫിഷിംഗ് എന്ന് പറയുന്നത്. വേറൊന്നും പറയട്ടെ, സൈബർ സ്ക്വാട്ടിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത് അതായത് പ്രശസ്തമായ വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ എപ്പോഴും പെട്ടെന്ന് ഓടിക്കയറുമ്പോൾ ഇന്നത് അടിച്ചങ്ങ് കയറുമല്ലോ. ഈ വെബ്സൈറ്റുകളുടെ ഏതെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും വരുന്നത്, നമ്മൾ അറിയത്തില്ല. വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നാമത്തിന് സാദൃശ്യമുള്ള അതേപോലുള്ള ഒരു ഡൊമൈൻ നാമം സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ പറ്റിക്കും. ഉപഭോക്താക്കളെ ആകർഷിച്ച്
അവരപ്പോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറുമല്ലോ ഇവിടെ, അപ്പൊ അവർക്ക് സാമ്പത്തിക ലാഭം കിട്ടും. ഇതാ സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. എന്താണ്? പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നാമത്തിനോട് സാദൃശ്യമുള്ള മറ്റൊരു ഡൊമൈൻ നാമം സൃഷ്ടിച്ച് നമ്മളെ എന്ത് ചെയ്യൂടെ, ഉപഭോക്താക്കളെ ആകർഷിച്ച് കയറുന്നത്. ഇതാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സൈബർ സ്ക്വാട്ടിംഗ് പോലെ വേറൊന്നോടെ സൈബർ സ്റ്റാൽക്കിംഗ്. സ്റ്റാൽക്കിംഗ് ആ പേര് കേട്ടിട്ടുണ്ട്. അത് എളുപ്പമാണ്. സ്റ്റാൽക്കിംഗ് എന്താ? അതായത് നിങ്ങളുടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇമെയില്, ഫോൺ കോള്, ടെക്സ്റ്റ് മെസ്സേജ്, വെബ് ക്യാമറ, വെബ്സൈറ്റ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ വെബ് ക്യാമറ, വെബ്സൈറ്റ്, വീഡിയോ എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ച് നടത്തുന്ന ഭീഷണി, നമ്മളെ ഭീഷണിപ്പെടുത്തത്തിലൂടെ വെബ് ക്യാമറ ഉപയോഗിച്ചോ വീഡിയോ കോൾ ഉപയോഗിച്ചോ ഇമെയിൽ വഴിയോ ഫോൺ കോൾ വഴിയോ നമ്മുടെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഇത് ഏത് സൈബർ കുറ്റമാണ്? സൈബർ സ്റ്റാൽക്കിംഗ് എന്ന് വിളിക്കാം. സൈബർ സ്റ്റാൽക്കിംഗ് എന്ന് വിളിക്കാം. ഈ ബാങ്കുകളിൽ നടക്കുന്ന ഒരു അറ്റാക്ക് ഉണ്ടല്ലോ, അതായത് കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ കയറിയിട്ട് ബാങ്കുകളിൽ നടത്തുന്ന ഒരു ഫിനാൻഷ്യൽ കുറ്റകൃത്യം ഉണ്ടല്ലോ ബാങ്കുകളിൽ, ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? സലാമി അറ്റാക്ക് എന്നാണ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? സലാമി അറ്റാക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്തു വെച്ചിരിക്കണേ, സലാമി. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സൈബർ ഡീഫേമേഷൻ. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സൈബർ ഡീഫേമേഷൻ അറിയാവുന്നതാ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ. എന്താണ്? ഒരു വ്യക്തിക്കോ ഒരു കമ്പനിക്കോ ഒരാൾക്കായിട്ട് ഒരു വ്യക്തിക്കോ ഒരു കമ്പനിക്കോ എതിരെയോ തെറ്റായ സന്ദേശങ്ങൾ ഒന്നുകിൽ ഇമെയിൽ വഴി അല്ലെങ്കിൽ മൊബൈൽ വഴി അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് വഴി ഈ പ്രചരിപ്പിച്ച് അയാളെ അങ്ങ് അപകീർത്തിപ്പെടുത്തും. ഇതിനെയാ സൈബർ ഡീഫേമേഷൻ എന്ന് വിളിക്കുന്നത്. പഠിച്ചു വെച്ചിരിക്കണേ. സൈബർ ഡീഫേമേഷൻ എന്ന് പറയാൻ ഒരു വ്യക്തിയോ കമ്പനിയോ എങ്ങനെയെങ്കിലും അയാൾക്ക് അപകീർത്തിപ്പെടുത്തണം. മൊബൈൽ വഴിയോ ഫേസ്ബുക്ക് വഴിയോ സോഷ്യൽ നെറ്റ്വർക്ക് വഴിയോ ഏതെങ്കിലും വഴിയോ അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ ഇതിനെ എന്ത് വിളിക്കാതെ? സൈബർ ഡീഫേമേഷൻ എന്ന് വിളിക്കുന്നു. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ ഈ മാർക്ക് ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കത്തിലൂടെ, തെറ്റായ മാർക്ക് ലിസ്റ്റുകൾ, അതായത് കമ്പ്യൂട്ടർ സ്കാനറും പ്രിന്ററും എന്നിവ ഉപയോഗിച്ചിട്ട് കൃത്രിമ കറൻസി ഉണ്ടാക്കും, പോസ്റ്റൽ ഉണ്ടാക്കും, അതുപോലെ മാർക്ക് ലിസ്റ്റ് ഉണ്ടാകും. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇതിനെ വിളിക്കുന്ന പേര് സൈബർ ഫോർജറി എന്നാണ്. എന്താണ്? സൈബർ ഫോർജറി എന്നതാണ്. ഓർത്തു വെച്ചിരിക്കണേ, സൈബർ ഫോർജറി അല്ലെ. പിന്നെ പോണോഗ്രാഫി നിങ്ങൾക്ക് അറിയാലോ, അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് പോണോഗ്രാഫി, സൈബർ പോണോഗ്രാഫി. സൈബർ ടെററിസം ഇല്ലേ? എന്താ സൈബർ ടെററിസം? രാജ്യത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതേതാണ്? സൈബർ ടെററിസം ആണ്. അതൊക്കെ ഏറ്റവും വലിയ കുറ്റമായിട്ട് വരാം. അതാണ് സൈബർ. അത് സാർമാർ പഠിപ്പിക്കുമ്പോൾ ഒന്നും കൂടെ നോക്കിയാലേ, പരീക്ഷ എടുക്കുമ്പോൾ ഞാൻ റിവിഷൻ നടത്തി തരാം. ഇത് ഞാൻ കുറച്ച് പ്രധാന IT ആക്ടുകൾ എഴുതിയിട്ടുള്ളത്. ഇവരുടെ പ്രധാന IT ആക്ടുകൾ ഒത്തിരി ഉണ്ട്. IT ആക്ട് 43, 44 ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ IT ആക്ടുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സെക്ഷൻ 65 തൊട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സെക്ഷൻ 65 തൊട്ടാണ്. സൈബർ ടാമ്പറിംഗ് തൊട്ടാണ്. സൈബർ ടാമ്പറിംഗ് എന്താണ്? സൈബർ ടാമ്പറിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ വിവരങ്ങൾ നീക്കം ചെയ്യുകയോ തെറ്റായ വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്തുകയോ ചെയ്താൽ അത് സൈബർ ടാമ്പറിംഗ് എന്ന് വിളിക്കുന്നു. എന്താണ്? സെക്ഷൻ 65 പ്രകാരം അത് കുറ്റകരമാണ്. സെക്ഷൻ 65. സെക്ഷൻ 66 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 66. 66B ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം മോഷ്ടിച്ചു പോകും. ഈ മോഷണ വസ്തുക്കൾ പോയി സ്വീകരിക്കുന്നതും കുറ്റകരമാണ്. അതാണ് 66B, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം അല്ലെങ്കിൽ മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ എന്ന് വെച്ചിട്ടുണ്ട്. 66C ആണ് നമ്മുടെ ഐഡന്റിറ്റി തെഫ്റ്റ്, സ്വത്വാപഹരണം. നമ്മുടെ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് 66C. വ്യക്തി വിവരണം, സ്വത്വാപകരണത്തിനേക്കാൾ കറക്റ്റ് പറയേണ്ടത് വ്യക്തി വിവര മോഷണം എന്ന് എഴുതിയാൽ മതി. വ്യക്തി വിവര മോഷണം ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. വ്യക്തി വിവര മോഷണം എന്ന് പറയുന്നത് ഏതാണ്? 66C ആണ് പറയേണ്ടത്. 66C. 66D ഏത് സെക്ഷനാ? ആൾമാറാട്ടം നടക്കുന്നത്. ഒരു നമുക്കിപ്പോ 2 ഇൻസ്റ്റാഗ്രാം ID അല്ലെങ്കിൽ 2 ഫേസ്ബുക്ക് അല്ലെ, നമുക്കൊരു കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ അശ്വതി അച്ചു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കാറില്ലേ? ഒന്ന് യഥാർത്ഥവും കാണും, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫേക്ക് ID കയറി ചാറ്റ് ചെയ്യുന്നതും ചിലര് ഫേക്ക് IDയിൽ ഉണ്ടാക്കിയിട്ട് കമന്റുകളൊക്കെ ഇടുന്നുണ്ടല്ലേ? ഇത് ആൾമാറാട്ടം നടത്തുക എന്ന. ഇത് പിടിച്ചാൽ സെക്ഷൻ 66D പ്രകാരം കുറ്റകരമാണ്. 66D പ്രകാരം ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ 66Dയിലാണ്. അടുത്ത സെക്ഷൻ 66E ആണ് വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം കുറ്റമാണ് സെക്ഷൻ 66E എന്ന് പറയുന്നത്. 3 വർഷം തടവാണ്. ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ
3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് നമുക്ക് വേണ്ടത്. 66F സൈബർ ടെററിസം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു രാജ്യത്തിനെതിരെ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എതിരെ പ്രവർത്തിക്കുന്നവരെ എന്ത് വിളിക്കാം? സൈബർ ടെററിസം വഴി ആജീവനാന്ത തടവാണ്. 66F ആജീവനാന്ത തടവ്. 67A പോർണോഗ്രാഫി, അതായത് അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് പോർണോഗ്രാഫി എന്ന് പറയുന്നത്. 67B ആണ് ചൈൽഡ് പോർണോഗ്രാഫി അല്ലെ. 67P എന്ന് പറയുന്നത് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ, വീഡിയോകൾ പ്രചരിപ്പിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് 67B പ്രകാരം കുറ്റകരമാണ്. നോക്കിയിട്ട് പോണേ, പരീക്ഷയ്ക്ക് ഒരെണ്ണം ചിലപ്പം ചോദിക്കാൻ സാധ്യത ഉണ്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത 69A കൂടെ പഠിച്ചേരെ. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തെ 69A എന്ന് പറഞ്ഞാൽ നമ്മളെ ചൈനീസ് ആപ്പുകളൊക്കെ നിരോധിച്ചില്ലേ, അത് ഇതുവഴിയായിരുന്നു. 69A പ്രകാരമായിരുന്നു അതെന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത 73 തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ നിർമ്മാണവും പ്രചരണവും. തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ നിർമ്മാണവും പ്രചരണവും ഏകദേശം മെയിൻ കാര്യം പഠിച്ചു. എന്നാലും സൈബർ നിയമങ്ങൾ പഠിക്കുമ്പോൾ നല്ലോണം അങ്ങ് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത നോക്കേ, അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്തത് എക്കണോമിക്സ് ചോദിക്കൂ എന്ന് ഉറപ്പ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും. പണനയവും ധനനയവും മലയാളവും പഠിച്ചു വെക്കണം. മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും. ഈ പണനയത്തിന്റെ നിയന്ത്രകൻ എപ്പോഴും കേന്ദ്ര ബാങ്ക് ആയിരിക്കും കേട്ടോ. നമ്മുടെ കേന്ദ്ര ബാങ്ക് തന്നെയാണ് പണനയത്തിന്റെ നിയന്ത്രകനായിട്ട് നിൽക്കുന്നത്. മോണിറ്ററി പോളിസിയുടെ നിയന്ത്രകൻ എപ്പോഴും ആരായിരിക്കും? ഇവിടെ കേന്ദ്ര ബാങ്ക്. എന്താണ് ഇതിന്റെ പണനയം എന്ന് പറഞ്ഞാൽ? പണനയം എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ലഭ്യത, അതിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച് ഒരു ബാങ്കിന് ഒരു നയം ഉണ്ടാവുമല്ലോ. ഇതാണ് പണത്തിന്റെ ലഭ്യതയും അളവും പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചുള്ള ബാങ്കിന്റെ നയമേതാണ് പണനയം എന്ന് പറയുന്നു. ഓർത്തു വെച്ചിരിക്കണേ. ഇനി നിങ്ങൾ ഈ പണപ്പെരുപ്പം എന്ന് കേട്ടിട്ടുണ്ടോ? ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പണപ്പെരുപ്പം, പണച്ചുരുക്കം, ഡിഫ്ലേഷൻ എന്നൊക്കെ. എന്താണ് പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ? അത് ആ വേർഡിലൂടെ തന്നെ കിട്ടും. എന്താണ്? അതായത് പണനയത്തിന്റെ സുസ്ഥിര സാമ്പത്തിക സ്ഥിതി നിലനിർത്തുന്നതിനും സാമ്പത്തിക നയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ബാങ്ക് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് പണനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പണപ്പെരുപ്പവും വരും, പണച്ചുരുക്കവും വരും. പണത്തിന്റെ മൂല്യം സാധനങ്ങളെക്കാൾ കുറഞ്ഞുകൊണ്ടിരിക്കും, പരിധിക്കപ്പുറവും പണലഭ്യത ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ പണത്തിന്റെ മൂല്യം സാധനങ്ങളെക്കാൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയോ പരിധിക്കപ്പുറം പണലഭ്യത ഉണ്ടായിരിക്കുകയോ ചെയ്യുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ. പണച്ചുരുക്കം പേരിലൂടെ കിട്ടുമല്ലോ, ഡിഫ്ലേഷൻ. എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്നത്, അത് പണച്ചുരുക്കം എന്ന് വിളിക്കുന്നു. ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നു അല്ലെ. ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാനും പണച്ചുരുക്കം നിയന്ത്രിക്കാനും ഒക്കെ ഗവൺമെന്റ് മാർഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ വിൽക്കുന്നു. ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള മാർഗം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഈ തുറന്ന വിപണിയിൽ ഈ കേന്ദ്ര ബാങ്ക് ഉണ്ടല്ലോ, കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ വിൽക്കുന്നത് ഒന്നാമതായിട്ട് പണപ്പെരുപ്പം നിയന്ത്രിക്കാനുണ്ട്. 2, ബാങ്കുകൾ കടപ്പത്രങ്ങൾ വാങ്ങുകയും അങ്ങനെ ബാങ്കുകൾക്ക് വായ്പാ ശേഷി കുറയുകയും ചെയ്യുന്നു. ബാങ്കുകൾ കടപ്പത്രങ്ങൾ വാങ്ങുകയും ചെയ്യും, എന്നിട്ട് എങ്ങനെയാണ് ബാങ്കുകൾക്ക് വായ്പാ ശേഷി കൂടുകയും ചെയ്യുന്നത് പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള ഒരു വഴിയാണ്. വേറൊന്നും കൂടെ പറയട്ടെ. അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയും. അതാണ് പ്രധാനമായിട്ടും അവര് പറയുന്നത്. അപ്പൊ തുറന്ന വിപണി നയത്തിലൂടെ പ്രധാനമായിട്ടും പണപ്പെരുപ്പം നിയന്ത്രിക്കാം. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്ന 2 രീതികൾ പറഞ്ഞേടെ. കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ എന്ത് നൽകുന്നു? കടപ്പത്രങ്ങൾ നൽകുന്നു. പിന്നെന്താണ്? ബാങ്കുകൾ കടപ്പത്രങ്ങൾ വാങ്ങുകയും അങ്ങനെ ബാങ്കുകളുടെ ബാങ്കുകൾക്ക് വായ്പ വാങ്ങാനുള്ള ശേഷി കുറയുകയും ചെയ്യുന്നു. ഇതിലൂടെ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയുന്നു. ഇനി അങ്ങനെ നിങ്ങൾ ചോദിക്കും, സാർ ഇപ്പൊ ഡിഫ്ലേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഈ ഡിഫ്ലേഷൻ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതായത് കേന്ദ്ര ബാങ്ക് ഈ തുറന്ന വിപണിയിൽ നിന്നും കടപ്പത്രം വാങ്ങുന്നു. ഉണ്ടോ? പെരുപ്പാകുമ്പോ വിൽക്കുകയാണ്. തുറന്ന വിപണിയിൽ കടപ്പത്രം വിൽക്കുന്നത് ഏതാ? അത് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ, പണച്ചുരുക്കം നിയന്ത്രിക്കാൻ, ഡിഫ്ലേഷൻ നിയന്ത്രിക്കാൻ എന്ത് വേണം? അതായത് കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ നിന്നും കടപ്പത്രങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്നു. അപ്പം ബാങ്കുകൾക്ക് കൂടുതൽ പണം ലഭിക്കും അല്ലെ. അപ്പൊ അവർക്ക് വായ്പാ ശേഷി കൂടും അല്ലെ, വായ്പകൾ കൊടുക്കാനുള്ള ശേഷി കൂടും. ബാങ്കുകൾ കൂടുതൽ പണം ലഭിക്കുകയും വായ്പാ ശേഷി കൂടുകയും അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത
കൂടുന്നു. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പണലഭ്യത കൂടുന്നു. അപ്പൊ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയുന്നത് നമ്മുടെ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുന്നു. അതായത് കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ വിൽക്കുകയും അങ്ങനെ കടപ്പത്രങ്ങൾ വാങ്ങുകയും ബാങ്കുകൾക്ക് വായ്പാശേഷി കുറഞ്ഞു വരും. അപ്പൊ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറഞ്ഞു വരുന്നു. ഇപ്പം പണ ചുരുക്കത്തിൻ്റെത് ഒരേ ഒരു കാര്യമുള്ളൂ. ഇതങ്ങ് ഓപ്പോസിറ്റ് ഇട്ടാൽ മതി. കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കടപ്പത്രങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. ബാങ്കുകൾ കൂടുതൽ പണം ലഭിക്കുകയും വായ്പാശേഷി കൂടുകയും ചെയ്യുന്നു. സെറ്റാണല്ലോ. അതുപോലെ അതിലൂടെ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കൂടുന്നു. ഓക്കെ, നിങ്ങൾ ഈ ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? റിപ്പോ റേറ്റ്, റിവേഴ്സ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? റിപ്പോ റേറ്റ്, റിവേഴ്സ് റേറ്റ്, അതായത് ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് ഉണ്ടല്ലോ, ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. അപ്പം കേന്ദ്ര ബാങ്ക് മറ്റു ബാങ്കുകൾക്ക് കൊടുക്കുന്ന നിരക്കിനെ എന്ത് വിളിക്കാണ്? റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നു കേട്ടോ. റിപ്പോ റേറ്റ് അതായത് പണപ്പെരുപ്പ സമയത്ത് എപ്പോഴും റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കും. പണപ്പെരുപ്പ സമയത്ത് അതായത് ഇൻഫ്ലേഷൻ സമയത്ത് റിപ്പോ റേറ്റ് എപ്പോഴും എന്താണ്? റിസർവ് ബാങ്ക് വർദ്ധിപ്പിക്കുന്നു. പണച്ചുരുക്ക സമയത്ത് റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് കുറയ്ക്കുന്നു. അതും പോയിന്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. എക്കണോമിക്സിൽ പഠിപ്പിക്കും അധ്യാപകർ. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കേന്ദ്ര ബാങ്ക് മറ്റ് ബാങ്കുകൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് അല്ലെ, വായ്പ നൽകും. റിവേഴ്സ് റിപ്പോ പേരിലൂടെ കിട്ടിയല്ലേ? എന്താ? റിസർവ് ബാങ്ക് നമ്മുടെ രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന കടങ്ങൾക്ക് ഒരു നിശ്ചിത പലിശ അങ്ങോട്ട് കൊടുക്കൂടെ. വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പൈസ വാങ്ങും. അപ്പൊ അവർക്ക് ഒരു നിശ്ചിത പലിശ അങ്ങോട്ട് കൊടുക്കുന്നു. അതെന്താണ്? അത് റിവേഴ്സ് റിപ്പോ എന്ന് വിളിക്കുന്നു. സെറ്റല്ലേ? പണപ്പെരുപ്പ സമയത്ത് റിവേഴ്സ് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ പണ ചുരുക്ക സമയത്ത് റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. ഈ രണ്ട് പോയിന്റ് തെറ്റിപ്പോകരുത് കേട്ടോ. അടുത്ത നോക്കിയേ, അടുത്ത പോയിന്റ് ധനനയം. എന്താണ് ധനനയത്തിന്റെ ഇംഗ്ലീഷ്? ഫിസ്ക്കൽ പോളിസി. ഇത് നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചു കേട്ടോ. ധനനയത്തിന്റെ നിയന്ത്രകൻ കേന്ദ്ര സർക്കാർ. പണനയത്തിന്റെ നിയന്ത്രകൻ കേന്ദ്ര ബാങ്കും ധനനയത്തിന്റെ നിയന്ത്രകൻ കേന്ദ്ര സർക്കാർ. ധനനയം തയ്യാറാക്കുന്നത് തന്നെ നമ്മുടെ ധനകാര്യ മന്ത്രാലയമാണ് തയ്യാറാക്കുന്നത്. പൊതുചിലവ്, നികുതി ചുമത്തൽ, കടം വാങ്ങൽ എന്നിവയെ സംബന്ധിച്ചുള്ള ഒരു ഗവൺമെന്റിന്റെ നയം തന്നെയാണ് ധനനയം. പൊതുചെലവ്, നികുതി ചുമത്തൽ, കടം വാങ്ങൽ എന്നിവയെ സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ നയം ഏതാണ്? ധനനയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും നല്ലൊരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി ഇതാ വരുന്ന ഭരണഘടനയിലെ കുറച്ച് നിർമ്മാണ സഭയിലെ കുറച്ച് വേറിട്ട പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആരാ? എം.എൻ. റോയി അല്ലെ? ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? എം.എൻ. റോയി ആണ്. ഇവിടെ കേട്ടിട്ടുള്ള എം.എൻ. റോയി ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ പിതാവ് എം.എൻ. റോയി അല്ലേ? ഇന്ത്യൻ ജനകീയാസൂത്രണത്തിന്റെ പിതാവ് എം.എൻ. റോയി അല്ലേ? പീപ്പിൾസ് പ്ലാൻ, ഇന്ത്യൻ ജനകീയാസൂത്രണത്തിന്റെ പിതാവും ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ പിതാവും ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി പറഞ്ഞത് ആരാണ്? നമ്മുടെ എം.എൻ. റോയി ആണ് അല്ലെ? എം.എൻ. റോയി ആണ് ഭരണഘടന ആദ്യമായിട്ട്, അദ്ദേഹത്തിന്റെ ദ പാട്രിയോട്ടിക് എന്ന് പറയുന്ന ഒരു മാസികയിലാണ് ഇദ്ദേഹം ഇത് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്. ദ പാട്രിയോട്ടിക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പത്രമാണ്. ഈ പത്രത്തിലാണ് ഇത് അദ്ദേഹം ആവശ്യപ്പെട്ടത്, എം.എൻ. റോയി കേട്ടോ. ഇനി ഇന്ത്യക്ക് ഭരണഘടന വേണമെന്ന് സ്വന്തമായിട്ട് വേണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ചതല്ലേ സ്വരാജ് പാർട്ടി ആണ്. 23 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ച സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് വെച്ചിട്ട്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച INC-യുടെ സമ്മേളനം ഏതെന്ന് വെച്ചിട്ടുണ്ട്. ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച INC-യുടെ സമ്മേളനം 1937 ഫെയ്സ്പൂർ സമ്മേളനമാണ്. ഫെയ്സ്പൂർ സമ്മേളനമാണ് വേണമെന്ന് പറഞ്ഞത് കേട്ടോ. അത് ജവഹർലാൽ നെഹ്റു അധ്യക്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന INC-യുടെ സമ്മേളനം ഏത് എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? 37 ഫെയ്സ്പൂർ സമ്മേളനമാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യമുണ്ടായിച്ചത്. ഇന്ത്യൻ ഭരണഘടന എഴുതിയിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ഭാഷയിലാണ് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയിലാണ് ഭരണഘടന എഴുതിയിരിക്കുന്നത്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായ നന്ദൻലാൽ ബോസ് ആണ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായ നന്ദൻലാൽ ബോസ് എന്തൊക്കെയാ പ്രധാനപ്പെട്ട പെയിന്റിങ്? അദ്ദേഹത്തിന്റെ നന്ദൻലാൽ ബോസിന്റെ പ്രശസ്ത പെയിന്റിംഗ് ഗ്രാമ
ഗ്രാമീണ ചെണ്ടക്കാരൻ, ഉമയുടെ തപസ്യ, സതി അല്ലെ. ഗ്രാമീണ ചെണ്ടക്കാരൻ, ഉമയുടെ തപസ്യ, സതി ഇതൊക്കെ ആരുടെ പ്രശസ്ത പെയിന്റിംഗ്? നന്ദൻലാൽ ബോസിന്റെ. അപ്പം ഇന്ത്യയുടെ ചിത്രകലയുടെ പിതാവ് നന്ദൻലാൽ ബോസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദൻലാൽ ബോസ് ആണ്. ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഭാരതരത്ന ബലകം രൂപകൽപ്പന ചെയ്തതാര്? ഭാരതരത്നത്തിന്റെ ബലകം രൂപകൽപ്പന ചെയ്തതും നന്ദൻലാൽ ബോസ്. ഇനി ഭരണഘടന കൈകൊണ്ട് എഴുതിയത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റൈസാദ എന്ന് പറയുന്ന ആളാണ്. പ്രേം ബിഹാരി നാരായൺ റൈസാദ. അപ്പൊ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി നാരായൺ റൈസാദ എന്ന് പഠിച്ചാൽ മതി അല്ലെ. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പ്രതി ഹിന്ദിയിലോട്ട് എഴുതിയത് വസന്ത് കൃഷ്ണ വൈദ്യ. വസന്ത് കൃഷ്ണ എന്നില്ല, കൃഷ്ണ വൈദ്യ എന്നതാണ്. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണ വൈദ്യ എന്നതാണ്. ഭരണഘടനയുടെ ആമുഖ പേജും ആന്തരിക പേജും ഡിസൈൻ ചെയ്തത് ആര്? ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റാം മനോഹർ സിൻഹ. റാം മനോഹർ സിൻഹയാണ്. അപ്പൊ ഹിന്ദി കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത കൃഷ്ണ വൈദ്യയാണ്. ഭരണഘടനയുടെ ആമുഖവും പേജും ആന്തരിക പേജും ഒക്കെ ഡിസൈൻ ചെയ്തത് റാം മനോഹർ സിൻഹയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് വിളിക്കുന്നത് ആരെയും? ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് വിളിക്കുന്നത് എസ് എൻ മുഖർജിയാണ്. എസ് എൻ മുഖർജിയാണ് ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് വിളിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സെക്രട്ടറി HVR അയ്യങ്കർ. സെക്രട്ടറി കേട്ടോ. പ്രസിഡന്റ് നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യത്തെ സെക്രട്ടറി പലരും മറന്നു. HVR അയ്യങ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സ്പീക്കർ GV മാവുലങ്കർ ആണ്. മാവുലങ്കർ ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കർ ആയിരുന്നു. ലോകസഭയുടെ സ്പീക്കറും GV മാവുലങ്കർ തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്പീക്കർ എന്ന് വിളിക്കുന്നത് GV മാവുലങ്കർ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയിയാണ് അല്ലെ. ഭരണഘടനാ നിർമ്മാണ അസംബ്ലി കൊണ്ടുവരണം എന്ന് പറഞ്ഞതൊക്കെ MN റോയിയാണ്. പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് ഇദ്ദേഹം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഭരണഘടന വേണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. 23-ൽ CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ച കോൺഗ്രസ് സമ്മേളനം 35-ലെ ബോംബെ സമ്മേളനമാണ്. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ച കോൺഗ്രസ് സമ്മേളനം 35-ലെ ബോംബെ സമ്മേളനം. പക്ഷെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് 37-ലെ ഫെയ്സ്ബൂർ സമ്മേളനത്തിൽ. അതുകൊണ്ട് അവിടെ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്തത് കണ്ടോ. ഈ ചർച്ച ചെയ്തതാണ്. അപ്പൊ ആദ്യം വന്നത് 35-ലെ. എന്താണ് 35-ലെ? അതായത് ആശയം ആദ്യമായിട്ട് വരുന്നത് 35-ലെ കോൺഗ്രസ് സമ്മേളനം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പക്ഷേ ആവശ്യം ആദ്യമായി ചർച്ച ചെയ്തത് 37-ലെ ഫെയ്സ്ബൂർ സമ്മേളനത്തിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജനസംഖ്യ ആനുപാതികം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. സീറ്റുകൾ ഓക്കെ. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. 1:10 ലക്ഷം വരെയായിരുന്നു സീറ്റുകളുടെ അനുപാതം എന്ന് വിളിക്കുന്നത്. 1946-ൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ മൊത്തം അംഗസംഖ്യ 389 പേരായിരുന്നു. അപ്പൊ മൊത്തം എത്ര പേരുണ്ടായിരുന്നടെ? 389 പേര്. ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും 296, പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നും 93, വനിതകൾ 17 പേരായിരുന്നു. അതിൽ ടോട്ടൽ വനിതകൾ 97 പേര്. അപ്പൊ 296, 93 പേരുമായിരുന്നു മൊത്തം എത്ര പേര്. ടോട്ടൽ എത്ര വനിതകളുടെ? 17 വനിതകൾ. മൊത്തം എത്ര പേരുണ്ട്? 389. ഇന്ത്യക്ക് വിഭജനത്തിന് ശേഷം പിന്നെ അത് 299 ആയിട്ട് മാറി കേട്ടോ. ബ്രിട്ടീഷ് കുറച്ചു പേര് പാകിസ്ഥാനിലോട്ടും കുറച്ചു പേര് ബ്രിട്ടീഷുകാരൊക്കെ അങ്ങ് മാറിയല്ലോ. ബ്രിട്ടീഷ് പ്രവിശ്യയിൽ 229, പ്രിൻസിലി സ്റ്റേറ്റിലെ അംഗങ്ങൾ 70, വനിതകൾ 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ചിലപ്പോൾ ചോദിക്കാം. ആകെ മലയാളികൾ 17 പേരാ. 3 മലയാളി വനിതകളുണ്ട്. മദ്രാസ് പ്രവിശ്യയിൽ നിന്നും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും, തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നും ആനി മസ്കറിനുമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരേ ഒരു മുസ്ലിം വനിത ഉണ്ടായിരുന്നു, ബീഗം ഐസാസ് റസൂൽ. ഒരേ ഒരു മുസ്ലിം വനിത ബീഗം ഐസാസ് റസൂൽ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരേ ഒരു ദളിത് വനിതയുണ്ട്, അത് നമ്മുടെ മലയാളിയായി പോയ ദാക്ഷായണി വേലായുധനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലും, ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദുക്കളുടെ കൂട്ടായ്മയാണെന്ന് പറഞ്ഞത് ലോർഡ് വിസ്കൗണ്ടുമാണ്.
ഹിന്ദുക്കളുടെ കൂട്ടായ്മ. ഇന്ത്യയിൽ ദേശീയ പതാക അംഗീകരിച്ച ഡേറ്റ് തെറ്റണ്ട, 47 ജൂലൈ 22. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പതാക അംഗീകരിക്കണമല്ലോ. അപ്പം 47 തന്നെയാണ്, പക്ഷെ അത് ജൂലൈ 22 പതാക അംഗീകരിച്ചു. ഗാനവും ഗീതവും അംഗീകരിച്ചത് 50 ജനുവരി 24. ദേശീയ മുദ്ര അംഗീകരിച്ചത് 50 ജനുവരി 26. ദേശീയ കലണ്ടർ അംഗീകരിച്ചത് 57 മാർച്ച് 22. കലണ്ടർ അംഗീകരിച്ചത് 57 മാർച്ച് 22 ആണ്. നിയമദിനം ഭരണഘടനാ ദിനവും എന്നൊക്കെ വിളിക്കുന്നത് നവംബർ 26-നെയാണ്. നിയമദിനവും ഭരണഘടനാ ദിനവും എന്നൊക്കെ വിളിക്കുന്നത് നവംബർ. ഇന്ത്യൻ ഭരണഘടന 2000-ൽ നിർമ്മിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷനാര്? 2000-ലല്ല, ഭരണഘടനാ പുനഃപരിശോധന കമ്മിറ്റി അടുത്ത കാലത്ത് വന്നു. എം.എൻ. വെങ്കിട ചെല്ലയാണ് ആ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയുടെ മുഖ്യ അതിഥി ആരായിരുന്നു? 1950 ജനുവരി 26-നല്ലായിരുന്നു അവിടെ? ചിലപ്പോൾ അത് ചോദിച്ചാലോ. ആദ്യത്തെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ സുകാർണോ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരിപാടിയിലെ അതിഥി ആരാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ സുകാർണോ ആണ്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. അടുത്തതാണ്ട് കുറച്ച് കൃതികൾ എഴുതിയിട്ടുണ്ട്. ഇത് പഴയ ചോദ്യ പേപ്പറിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്തത്. മൂഷക വംശം എഴുതിയതാര്? അതുലൻ. കേട്ടോ, പഴയ ഒരു കൃതിയാണ്. കേരളത്തെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മുടെ ശ്രീകണ്ഠന്റെ രാജാവിന്റെ സദസ്സിലെ ഒരു കവിയാണ്. ശ്രീകണ്ഠന്റെ രാജാവിന്റെ സദസ്സിലെ ഒരു കവിയാണ് അതുലൻ. അദ്ദേഹത്തിന്റെ പ്രശസ്ത എഴുത്താണ് മൂഷകവംശം. ചിലപ്പതികാരം ഇളങ്കോവടികൾ അല്ലെ? കോവിലന്റെയും കണ്ണകിയുടെയും കഥ പറയുന്ന പ്രശസ്ത കൃതിയല്ലേ ചിലപ്പതികാരം? ഇളങ്കോവടികൾ. മണിമേഖലൈ സാത്തനാർ. ചിലപ്പതികാരം ഇളങ്കോവടികൾ, മണിമേഖല സാത്തനാർ. തിരുക്കുറൽ തിരുവള്ളുവർ. തിരുക്കുറൽ തമിഴരുടെ ബൈബിൾ എന്ന് വിളിക്കുന്ന തന്നെ തിരുക്കുറലിനെ തിരുവള്ളുവർ എഴുതിയത്. തോൽക്കാപ്പിയം. കേട്ടോ, അവരുടെ ഒരു വ്യാകരണ ഗ്രന്ഥം തോൽക്കാപ്പിയം, ആ പേരിലൂടെ കിട്ടും. തോൽക്കാപ്പിയം എഴുതിയത് തോൽക്കാപ്പിയം. ശങ്കരനാരായണീയം ഒരു ഗണിത കൃതിയാണ്, അത് ആ പേരിലൂടെ കിട്ടും. ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ. മലബാർ മാനുവൽ നമുക്കറിയാം അല്ലെ? വില്യം ലോഗൻ. മലബാർ മാനുവൽ എഴുതിയതാരാ? വില്യം ലോഗൻ. മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടന്നതാ. കേരളത്തിലെ മരുമക്കത്തായത്തെ കുറിച്ച് എഴുതിയ മിറാബിലിയ ഡിസ്ക്രിപ്ഷൻ ഫ്രയാർ ജോർദാനസ്. ഫ്രയാർ ജോർദാനസ്. അഷ്ടാംഗ ഹൃദയം വാഗ്ഭടൻ. മുകുന്ദമാല കുലശേഖര ആഴ്വാർ. മുകുന്ദമാല കുലശേഖര ആഴ്വാർ. ആശ്ചര്യ ചൂടാമണി ശക്തിഭദ്രൻ. ആശ്ചര്യ ചൂടാമണി ശക്തിഭദ്രൻ. കലിംഗത്തു ഭരണി ജയകൊണ്ടേൻ. ജയകൊണ്ടേൻ. മൂഷകവംശം അതുലൻ. കലിംഗത്തു ഭരണി ജയകൊണ്ടേൻ. ആശ്ചര്യ ചൂടാമണി ശക്തിഭദ്രൻ. മുകുന്ദമാല കുലശേഖര ആഴ്വാർ. അഷ്ടാംഗ ഹൃദയം വാഗ്ഭടൻ. ഇത് പരീക്ഷയുടെ ആവർത്തിച്ച കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ കിട്ടിയത് അപ്പോഴേ എഴുതി തന്നേ ഉള്ളൂ. ചിലപ്പോൾ ആവർത്തിച്ചാലോ. ഇനിയും കുറെ ക്വസ്റ്റ്യൻ ഈ ഇതുപോലുള്ള കൃതികൾ കിട്ടുന്നതൊക്കെ നോട്ട് ഉണ്ടാക്കി നിങ്ങളും കൂടെ പഠിക്കണേ. എന്നാൽ കഴിയുന്നത് ഞാനും കൂടെ ഇതുപോലെ എഴുതി കൊണ്ടുവരാം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. കൊച്ചിട്ടോ ഇന്ന് സൂചികകൾ പഠിച്ചു അല്ലെ? പണനയം ധനനയം പഠിച്ചു, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പഠിച്ചു, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കൃതികൾ പഠിച്ചു. കുറച്ച് നല്ല കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏതാണ്ടൊക്കെ റിവിഷൻ നടത്തിയെന്ന് വെക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റുകൾ ഇടണേ. നിങ്ങളുടെ സ്നേഹത്തോടുള്ള ഒരു കമന്റ് വായിക്കുമ്പോഴേ നമുക്കും സന്തോഷം. ഇത് മലയാളത്തിലായിപ്പോയി. എന്റെ ഒരു രീതി അങ്ങനെയാണ്. കുറെ പേര് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ, സാർ ഇംഗ്ലീഷിലും കൂടെ ആക്കി എടുക്കണേ. എനിക്ക് അങ്ങനെ ഫ്ലോ ഇല്ല. LDC LGS ഒക്കെ ഇങ്ങനെ പഠിപ്പിച്ച് അങ്ങ് ആയി മാറിയുണ്ടാണ്. പറ്റുന്ന കേൾക്കണേ. അധ്യാപകർ അതിന്റെ നോട്ട് തരുമല്ല. എനിക്ക് ആ ഒരു ഫ്ലോ അധികം ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ നോക്കി വായിച്ചോളാം എന്ന് പറയായിരുന്നു. പക്ഷെ ആ ഒരു എക്സ്പ്ലനേഷൻ രീതി കിട്ടത്തില്ല. അതുകൊണ്ടാണ് അതൊന്ന് ക്ഷമിച്ചേക്കണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സന്തോഷത്തോടെ മെസ്സേജ് ഇടുക. നിങ്ങളുടെ ഓരോ മെസ്സേജ് വായിക്കുമ്പോൾ നമുക്ക് വാശി. അടുത്ത ആഴ്ചയും വീണ്ടും നിങ്ങൾക്ക് കുറച്ച് നോട്ട് കൂടെ. എന്റേത് ഒരുവിധം ബേസ് കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതിൽ മാർക്ക് നിങ്ങൾ കേടണം. പിന്നെ അധ്യാപകർ പഠിപ്പിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയും കൂടെ ചെയ്യണേ. നല്ല ജോലി കിട്ടും. ധൈര്യമായിട്ടിരിക്കെ, ടെൻഷൻ ഒന്നും അടിക്കാതെ പഠിക്കുക. വേറെ ഒന്നും നോക്കട്ടെ, ഇപ്രാവശ്യം എനിക്ക് കയറണം എന്ന് വിചാരിച്ച് വേറെ എന്ത് വന്നാലും അതിനെല്ലാം എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുമ്പോൾ ഒരു ജോലി കിട്ടുമ്പോൾ മുന്നിലേക്ക് എല്ലാം ഇനി വരുമെന്നേ. പഠിക്കണേ, പഠിക്കുക, പോയിരുന്ന് പഠിക്കുക. എല്ലാവിധ ആശംസകളും. അടുത്ത നല്ലൊരു ഹോട്ട് ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.